ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയുമായുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്തണം എന്ന് പാകിസ്ഥാനിലെ വ്യാപാരി സമൂഹം പാക് ധനകാര്യമന്ത്രിയോട് ഈ ആഴ്ചയിലും ആവശ്യപ്പെട്ടു. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ ഇന്ത്യ വിരുദ്ധ നിലപാട് പാകിസ്ഥാന് ഗുണം ചെയ്തില്ല എന്ന് ഇവർ ചൂണ്ടിക്കാട്ടി. ചൈനയോടുള്ള ശത്രുത ഇന്ത്യ ചൈന വ്യാപാരത്തെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. പാകിസ്ഥാനും ഈ നയം അനുകരിക്കണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. 5 വർഷം കൂടുമ്പോൾ പാകിസ്ഥാന്റെ ദേശീയ കടം ഇരട്ടിയാകുന്നു. വിദേശ നാണ്യ ശേഖരം ഗണ്യമായി കുറയുന്നു. IMF പോലെയുള്ള സ്ഥാപനങ്ങൾ വായ്പ നിഷേധിക്കുന്നു. മതതീവ്രവാദ സംഘടനകൾ ആഭ്യന്തര ഭീഷണിയായി വളരുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ത്യ വിരുദ്ധ നിലപാട് തുടരാൻ പാകിസ്ഥാന് കഴിയില്ല എന്നാണ് വ്യാപാരി സമൂഹം ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ സൈന്യത്തിൻ്റെ സ്വാധീനത്തിലാണ് ഇപ്പോഴും പാക് ഭരണകൂടം എന്നത് വലിയ ഒരു പ്രതിബന്ധമായി നിലകൊള്ളുന്നു. ഇറാൻ പ്രസിഡന്റ് റൈസി ഈ ആഴ്ചയിൽ പാകിസ്ഥാൻ സന്ദർശിച്ചു. പാകിസ്ഥാനിലെ തീവ്രവാദി കേന്ദ്രങ്ങളെ ഇറാൻ ആക്രമിച്ചത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ്. ഇതേ തുടർന്ന് പാകിസ്ഥാൻ പ്രത്യാക്രമണവും നടത്തി. ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും മൂലം തകർന്നുപോയ ബന്ധങ്ങൾ നേരെയാക്കാനാണ് ഈ സന്ദർശനം. തീവ്രവാദി സംഘടനകൾ ഇരു രാജ്യങ്ങൾക്കും ഭീഷണിയായി തുടരുകയാണ്. അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധവും ആഭ്യന്തര കലാപങ്ങളും ഇറാൻ നേരിടുന്ന വെല്ലുവിളികളാണ്. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് പാകിസ്ഥാൻ നേരിടുന്നത്. തന്മൂലം പിണക്കങ്ങളൊക്കെ അവസാനിപ്പിച്ച് വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. എന്നാൽ ഈ ചർച്ചകൾക്കിടയിൽ കാശ്മീർ വിഷയം കൂടി ഉൾപ്പെടുത്താനുള്ള പാകിസ്ഥാന്റെ ശ്രമം വിജയിച്ചില്ല. പല മേഖലകളിലും സഹകരിച്ചു പ്രവർത്തിക്കുന്ന ഇന്ത്യക്കെതിരെ ഒരു വാക്ക് പോലും പറയാൻ ഇറാൻ തയ്യാറായില്ല എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. ഓങ് സാൻ സൂയിയെ ജയിലിൽ നിന്നും മാറ്റി വീട്ടുതടങ്കലിലാക്കാനാണ് മ്യാൻമറിലെ ഭരണകൂടത്തിൻ്റെ തീരുമാനം. വേനൽ ചൂട് കൂടുതലായതിനാൽ പ്രായമായവരെ പ്രതികൂല പരിതസ്ഥിതിയിൽ നിന്നും സംരക്ഷിക്കാനുള്ള ഒരു നടപടിയായിട്ടാണ് ഭരണകൂടം ഈ നീക്കത്തെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഈ നീക്കത്തെ ആശങ്കയോടെയാണ് സൂയിയുടെ അനുയായികൾ കാണുന്നത്. മ്യാൻമർ നിവാസികളുടെ പ്രിയപ്പെട്ട ഈ നേതാവിനെ പട്ടാളം തടവിലാക്കിയത് 3 വർഷങ്ങൾക്ക് മുൻപാണ്. 27 വർഷത്തെ ജയിൽവാസമാണ് 78-കാരിയായ ഈ നേതാവിന് നൽകിയിരിക്കുന്ന ശിക്ഷ. ജയിലിലായതിനു ശേഷം ഇവരെ സന്ദർശിക്കാൻ പട്ടാളം ആരെയും അനുവദിച്ചിട്ടില്ല. വളരെ രഹസ്യമായിട്ടാണ് കോടതികളുടെ പ്രവർത്തനം. പട്ടാള ഭരണത്തിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തന്മൂലം ഈ വീട്ടുതടങ്കൽ ഇവരെ സംബന്ധിക്കുന്ന വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാനുള്ള ഒരു തന്ത്രമായിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. തെക്കൻ ഗാസയിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിന്മാറിയതിനു ശേഷം നടന്ന പരിശോധനയിലൂടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 300-ലധികം ശവശരീരങ്ങളാണ് ഒരു കല്ലറയിൽ നിന്നും കണ്ടെടുത്തത്.
പല മൃതദേഹങ്ങളും കൈയും കാലും ബന്ധിച്ച അവസ്ഥയിലാണ്. ബന്ദികളാക്കിയതിനു ശേഷം ഇസ്രായേലി പട്ടാളക്കാർ ഇവരെ വെടിവെച്ചു കൊന്നു എന്നാണ് ആരോപണം. ഈ ആരോപണം ഇസ്രായേൽ നിഷേധിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്തുള്ള ആശുപത്രികളെ ഇസ്രായേൽ നിരവധി പ്രാവശ്യം ആക്രമിച്ചിട്ടുണ്ട്. ഹമാസ് ബന്ദികളാക്കിയവരെ ഇവിടെയാണ് താമസിപ്പിച്ചിരിക്കുന്നത് എന്ന നിഗമനത്തിലായിരുന്നു ഈ ആക്രമണങ്ങൾ. കൊല്ലപ്പെട്ടവർക്കിടയിൽ ബന്ദികളുണ്ടോ എന്നറിയാനായി മൃതദേഹങ്ങൾ പുറത്തെടുത്ത് ഇസ്രായേൽ പട്ടാളക്കാർ DNA ടെസ്റ്റ് നടത്തിയതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ ഐക്യരാഷ്ട്രസഭ ഒരു കമ്മീഷനെ നിയമിച്ചിരിക്കുകയാണ്. അനധികൃത കുടിയേറ്റക്കാരെ റാവുണ്ടയിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ അനുമതി നൽകുന്ന ഒരു ബില്ല് ബ്രിട്ടീഷ് പാർലമെന്റ് തിങ്കളാഴ്ച പാസാക്കി. ഇത് പ്രധാനമന്ത്രി ഋഷി സുനാകിൻ്റെ പാർട്ടിക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കുക എന്നത് ഭരണകക്ഷിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. ഒരു ദ്വീപ് രാഷ്ട്രമായ ഇംഗ്ലണ്ടിലേക്ക് അനധികൃതമായി കുടിയേറാൻ ശ്രമിക്കുന്ന വിദേശികളുടെ എണ്ണം വർഷം തോറും വർദ്ധിക്കുകയാണ്. തന്മൂലം കുടിയേറ്റം നിയന്ത്രിക്കുക എന്നത് ബ്രിട്ടനിൽ ദേശീയ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. അഭയം തേടി ബ്രിട്ടനിൽ എത്തിയവരെ ആഫ്രിക്കൻ രാജ്യമായ റാവുണ്ടയിലേക്ക് അയക്കുന്നതിനെ മനുഷ്യാവകാശ ലംഘനമായിട്ടാണ് പ്രതിപക്ഷവും മനുഷ്യാവകാശ പ്രവർത്തകരും കാണുന്നത്. വലിയ തുക നൽകിയാണ് റാവുണ്ടയുമായി ബ്രിട്ടൻ ഈ കരാർ ഉണ്ടാക്കിയത്. മനുഷ്യാവകാശ പ്രവർത്തകരുടെ ഇടപെടൽ മൂലമാണ് സർക്കാരിൻ്റെ ആദ്യത്തെ ശ്രമം പരാജയപ്പെട്ടത്. എല്ലാ പ്രതിബന്ധങ്ങളും ഒഴിവാക്കാനാണ് പുതിയ ഒരു നിയമം നിർമ്മിച്ചത്. അമേരിക്കയിലെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതിയായ ക്രിമിനൽ കേസിൻ്റെ വിചാരണ തുടങ്ങി. ഫുൾ സൂട്ടണിഞ്ഞ് ആരെയും കൂസാത്ത ഭാവത്തിൽ പ്രതിക്കൂട്ടിലിരിക്കുന്ന ട്രംപിൻ്റെ ചിത്രം ലോകമാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് അമേരിക്കയുടെ ഒരു മുൻ പ്രസിഡന്റ് ക്രിമിനൽ കേസിൽ വിചാരണ നേരിടുന്നത്. തനിക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച സ്ത്രീക്ക് പണം നൽകി കേസ് ഒതുക്കി തീർത്തു എന്നാണ് ആരോപണം. നഷ്ടപരിഹാരം നൽകാനായി അക്കൗണ്ടിൽ കൃത്രിമം കാട്ടി എന്നും ആരോപണമുണ്ട്. ചൈനയിലെ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം നൽകിയാണ് വിചാരണയുടെ വാർത്തകൾ പ്രസിദ്ധീകരിച്ചത്. ഈ കേസ് കെട്ടിച്ചമച്ചതാണ് എന്ന നിലയിലാണ് റഷ്യൻ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത്. അമേരിക്കയിൽ നിയമവാഴ്ച ശക്തമാണ് എന്നു സ്ഥാപിക്കാനാണ് യൂറോപ്യൻ മാധ്യമങ്ങൾ ശ്രമിച്ചത്. കേസിൽ ശിക്ഷിക്കപ്പെടുകയും തിരഞ്ഞെടുപ്പിൽ ട്രംപ് വിജയിക്കുകയും ചെയ്താൽ ഉണ്ടായേക്കാവുന്ന പ്രതിസന്ധിയായിരുന്നു ചില മാധ്യമങ്ങളുടെ ചർച്ചാ വിഷയം. അമേരിക്കയിലെ പ്രസിദ്ധമായ യേൽ യൂണിവേഴ്സിറ്റിയും കൊളംബിയ യൂണിവേഴ്സിറ്റിയും വിദ്യാർത്ഥി സമരം മൂലം ക്ലാസുകൾ സസ്പെൻഡ് ചെയ്തു. എന്നാൽ അടുത്ത ദിവസം തന്നെ ഓൺലൈനായി ക്ലാസുകൾ നടത്താനും തീരുമാനിച്ചു. പാലസ്തീനെ അനുകൂലിക്കുന്ന വിദ്യാർത്ഥികളാണ് സമരത്തിനിറങ്ങിയത്. സമരക്കാരെ ഉടൻ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. നമ്മുടെ നാട്ടിലേതുപോലെ അനിശ്ചിതകാല സമരം നടത്താനോ ക്യാമ്പസിൽ പോലീസ് കയറുന്നതിനെ തടയാനോ ഒരാളും ശ്രമിച്ചില്ല. എന്നാൽ സമരം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ തുടരുകയാണ്. ഇത് ഒരു വിദ്യാർത്ഥി സമരം എന്നതിലുപരി അമേരിക്കയിലെ പൊതുസമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങളുടെ സൂചനയാണ്. ഗാസ യുദ്ധത്തിൽ അമേരിക്ക ഇസ്രയേലിനൊപ്പമാണ്. എന്നാൽ യുദ്ധം നീണ്ടുപോകുന്നതും
വെടിനിർത്തലും നടപ്പിലാകാത്തതും അമേരിക്കൻ സമൂഹം അംഗീകരിക്കുന്നില്ല. വെടിനിർത്തലിന് തയ്യാറാകണം എന്ന സന്ദേശമാണ് ഈ വിദ്യാർത്ഥി സമൂഹം ഇസ്രായേലിന് നൽകുന്നത്. ലോകത്തെല്ലായിടത്തും വലിയ പ്രചാരമുള്ള ഒരു സമൂഹ മാധ്യമമാണ് ടിക്ടോക്ക്. അമേരിക്കയിൽ 17 കോടി ആൾക്കാർ ഈ സംവിധാനം ഉപയോഗിക്കുന്നു എന്നാണ് ഔദ്യോഗിക കണക്ക്. ഈ സ്ഥാപനം അടുത്ത 9 മാസത്തിനുള്ളിൽ ഏതെങ്കിലും അമേരിക്കൻ കമ്പനിക്ക് കൈമാറണം എന്നാവശ്യപ്പെടുന്ന ഒരു നിയമം ഈ ആഴ്ചയിൽ കോൺഗ്രസ് പാസാക്കി. ഇങ്ങനെ ഒരു കൈമാറ്റം നടന്നില്ലെങ്കിൽ ടിക്ടോക്ക് അമേരിക്കയിൽ നിരോധിക്കും എന്നാണ് ഭീഷണി. ഇതിൻ്റെ മാതൃസ്ഥാപനമായ ബൈറ്റ് ഡാൻസ് ഒരു ചൈനീസ് കമ്പനിയാണ്. ടിക്ടോക്ക് ഉപയോഗിക്കുന്ന അമേരിക്കക്കാരുടെ വിവരങ്ങൾ ചൈനയ്ക്കു കൈമാറുന്നു എന്നാണ് അമേരിക്കയുടെ ആരോപണം. ഈ ആരോപണം ടിക്ടോക്ക് നിഷേധിച്ചിട്ടുണ്ട്. ഈ നിരോധനം അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ലംഘനമായിട്ടാണ് അമേരിക്കയിൽ പോലും പലരും കാണുന്നത്. എന്നാൽ ഭരണകൂടത്തിൻ്റെ പിന്തുണയോടെ ടിക്ടോക്ക് പിടിച്ചെടുക്കാനുള്ള അമേരിക്കൻ വ്യാപാര സമൂഹത്തിൻ്റെ ഒരു ഗൂഢതന്ത്രമായിട്ടാണ് ഈ നീക്കത്തെ ചൈന കാണുന്നത്. ഉക്രൈനിന് സാമ്പത്തിക സഹായം നൽകാൻ കോൺഗ്രസ് അനുമതി നൽകി. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ എതിർപ്പ് മൂലമാണ് ഈ സഹായം ഇതുവരെ ലഭിക്കാതിരുന്നത്. $61 ബില്യൺ ഉക്രൈനിന് ലഭിക്കുന്നത്. ഈ ആഴ്ചയിലും ഉക്രൈനിലെ കാർക്കീവ് നഗരത്തിൽ റഷ്യയുടെ മിസൈൽ ആക്രമണം ഉണ്ടായി. ഈ ആക്രമണത്തിൽ ടവറുകൾ തകർന്നതിനാൽ റേഡിയോ നിലയങ്ങൾ പ്രവർത്തനരഹിതമായി. അമേരിക്ക മരവിപ്പിച്ച റഷ്യയുടെ അക്കൗണ്ടുകളിൽ നിന്നാണ് ഈ സഹായം നൽകുന്നത്. റഷ്യ യൂറോപ്യൻ രാജ്യങ്ങളെ ആക്രമിക്കും എന്ന ഭയം മൂലമാണ് അമേരിക്കയും സഖ്യകക്ഷികളും ഈ യുദ്ധത്തെ പിന്തുണയ്ക്കുന്നത്. യൂറോപ്പ് ഭയപ്പെടുന്നത് പോലെ ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത നന്നേ കുറവാണ്. തന്നെയുമല്ല, അമേരിക്കയുമായി ഒരു തുറന്ന യുദ്ധം ഒഴിവാക്കാനാണ് റഷ്യ എപ്പോഴും ശ്രമിക്കുന്നത്. വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ ഈ യുദ്ധം എത്ര നാൾ നീട്ടിക്കൊണ്ടു പോകാൻ കഴിയും എന്നത് ഉക്രൈൻ പരിശോധിക്കേണ്ട വസ്തുതയാണ്. ഐക്യരാഷ്ട്രസഭയിൽ ബുധനാഴ്ച അവതരിപ്പിച്ച ഒരു പ്രമേയം റഷ്യ വീറ്റോ ചെയ്തു. ബഹിരാകാശത്ത് ആണവായുധങ്ങൾ നിരോധിക്കണം എന്നാണ് പ്രമേയം ആവശ്യപ്പെടുന്നത്. ബഹിരാകാശത്ത് നിലയുറപ്പിച്ചിട്ടുള്ള ഉപഗ്രഹങ്ങൾ പ്രവർത്തനരഹിതമാക്കാൻ ശേഷിയുള്ള ഒരാണവായുധം റഷ്യ തയ്യാറാക്കുന്നതായി നേരത്തെ തന്നെ അമേരിക്കയുടെ ചാരസംഘടനകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഉപഗ്രഹങ്ങൾ വഴി ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അമേരിക്ക അടക്കമുള്ള വൻശക്തികൾ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും ആസൂത്രണം ചെയ്യുന്നത്. ജപ്പാനും അമേരിക്കയും ചേർന്നാണ് പ്രമേയം അവതരിപ്പിച്ചത്. 60 രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചു. ചൈന വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല. ഉക്രൈനെതിരെ ആവശ്യമെങ്കിൽ ആണവായുധം ഉപയോഗിക്കാൻ മടിക്കില്ല എന്ന് 2 മാസങ്ങൾക്ക് മുമ്പ് പുടിൻ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഈ ഭീഷണിയെ അതിജീവിക്കാനുള്ള ഒരു ശ്രമം എന്ന നിലയിലാണ് അമേരിക്ക ഈ പ്രമേയം അവതരിപ്പിച്ചത്. വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്.